വികസന ഭാവിക്ക് അതിവേഗ റെയിൽ പദ്ധതി അനിവാര്യമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഹൈസ്പീഡ് റെയിൽ സംവിധാനമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന വാഹനത്തിരക്കും യാത്രാ സമയനഷ്ടവും പരിഹരിക്കാൻ ആധുനിക റെയിൽ സംവിധാനങ്ങൾ മാത്രമാണ് പ്രായോഗിക പരിഹാരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു അതിവേഗ റെയിൽ ഇടനാഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഉത്തേജനമാകുമെന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കി. വ്യവസായം, വിനോദസഞ്ചാരം, IT മേഖല, വിദ്യാഭ്യാസം എന്നിവയുടെ വളർച്ചയ്ക്കും ഇത്തരം പദ്ധതികൾ സഹായകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിവേഗ റെയിൽ സംവിധാനങ്ങൾ വികസനത്തിന്റെ പ്രധാന ഘടകമായി മാറിയ സാഹചര്യത്തിൽ കേരളവും ഇത്തരം പദ്ധതികളിൽ നിന്ന് പിന്നിലാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച വിവാദങ്ങളെ പരാമർശിച്ച അദ്ദേഹം വികസന പദ്ധതികളെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ മാത്രം കാണുന്നത് സംസ്ഥാനത്തിന് ഗുണകരമല്ലെന്ന് അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തിയും വികസന പദ്ധതികൾ നടപ്പാക്കാനുള്ള മാർഗങ്ങൾ തേടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക പുരോഗതിയും ശാസ്ത്രീയ സമീപനവും ഉപയോഗപ്പെടുത്തി കേരളത്തിന് അനുയോജ്യമായ അതിവേഗ റെയിൽ സംവിധാനം രൂപപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. കേരളത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് റോഡ് വികസനം മാത്രം മതിയാകില്ലെന്നും റെയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘകാല വികസന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംസ്ഥാനത്ത് പുതിയ ഹൈസ്പീഡ് റെയിൽ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച ചർച്ചകൾ രാഷ്ട്രീയ തലത്തിലും പൊതുസമൂഹത്തിലും വീണ്ടും ശ്രദ്ധ നേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ്. റെയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു 10-25 വർഷക്കാലത്തെ അപ്പുറത്തേക്ക് വളർച്ച ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് കാസർഗോഡാണ്. അങ്ങനെ കേരളത്തിന്റെ അറ്റം മുതൽ മറ്റൊരു അറ്റം വരെ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അതിന്റെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു വികസനത്തിനെയും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണല്ലോ UDF എടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന റെയിലിന്റെ പ്രാരംഭ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാറ്റിനെയും കടന്നാക്രമിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരം വേണമല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് മാത്രമാണെങ്കിൽ ഈ എതിർപ്പുണ്ടായാലും കേരളത്തിന്റെ വികസനം എന്ന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കൂടി അംഗീകാരത്തോടുകൂടി മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് റെയിൽ മന്ദഗതിയിലേക്ക് പോവുകയും അവസാനം ഇത് ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അങ്ങനെ വന്നപ്പോൾ UDF അന്ന് അതിനെ ശക്തിയായിട്ട് എതിർത്തു. ഇപ്പോഴും ഈ ശ്രീധരന്റെ ഒരു ഭാഗത്ത് വേറൊരു നിർദ്ദേശമായിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ ഈ രീതിയിലുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് മാപ്പ് പറയണം. 4-5 വർഷം മുമ്പ് ആരംഭിച്ച് ഫലപ്രദമായിട്ട് കേരളത്തെ ഒരു 50 വർഷക്കാലത്തിന്റെ വളർച്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന റെയിൽ പരിപാടിയെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ച സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, കല്ലുകൊണ്ട് അതെല്ലാം പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെന്റ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്.